നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ രായമംഗലം തോണിക്കടവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ശനിയാഴ്ച പുലർച്ചെ ചാഴിയാട്ടേരിയിലെ വീട്ടിലും കള്ളൻ കയറി. തോണിക്കടവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിന്റെ ലോക്ക് വൈദ്യുതി കട്ടർ ഉപയോഗിച്ച് അറുത്തുമാറ്റിയാണ് വഴിപാട് തുകകൾ മുഴുവനും മോഷ്ടിച്ചതെന്ന് ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു. മോഷണം നടന്ന വിവരം ശനിയാഴ്ചയാണ് ക്ഷേത്രഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വിവരം അറിഞ്ഞയുടനെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചാലിശ്ശേരി പോലീസിനെ വിവരമറിയിച്ചു. രാത്രിയോടെ തന്നെ ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ക്ഷേത്രത്തിലും പരിസരത്തും പരിശോധന നടത്തി. ശനിയാഴ്ച പുലർച്ചെ 3:30 ശേഷം ചാഴിയാട്ടേരിയിൽ ഡോക്ടർ മണിയുടെ വീട്ടിലും കള്ളൻ കയറി. വീട്ടിൽ ഡോക്ടറുടെ ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. ടോർച്ചിന്റെ വെളിച്ചവും കാൽപെരുമാറ്റവും മനസ്സിലാക്കി ഇവർ ഒച്ചവെച്ചതോടെ കള്ളൻ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു. വിവരമറിഞ്ഞയുടൻ തന്നെ ചാലിശ്ശേരി പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചു. 2 സംഭവങ്ങളിലും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയങ്ങളിൽ പല വീടുകളിലും ആളില്ലെന്ന് കണ്ടെത്തിയാണ് മോഷ്ടാക്കൾ വീടുകളിൽ മോഷണത്തിനെത്തുന്നതെന്ന് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. തൃത്താല മേഖലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടിത്തറ, കപ്പൂർ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലും രാത്രി 12-ലധികം വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നിരുന്നു. 5 ലക്ഷത്തിലധികം വിലമതിക്കുന്ന ഓട്, ചെമ്പ്, പിച്ചളപാത്രങ്ങളും കുരുമുളക് തുടങ്ങി നാണ്യവിളകളുമാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. തൃത്താല MLA ഓഫീസ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമകാര്യ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. VT ബൽറാം MLA അധ്യക്ഷത വഹിച്ചു. 2021 വരെ VT ബൽറാമിന്റെ MLA ഓഫീസായി പ്രവർത്തിച്ചിരുന്ന സ്ഥലം കഴിഞ്ഞ 5 വർഷവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പൊതുകാര്യങ്ങൾക്കുള്ള ഓഫീസായി നിലനിർത്തുകയായിരുന്നു. ഈ ഓഫീസാണ് നവീകരണത്തിനു ശേഷം ഇപ്പോൾ വീണ്ടും MLA ഓഫീസായി മാറിയിരിക്കുന്നത്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, PEA സലാം, SMK തങ്ങൾ, TK സുനിൽകുമാർ, P ഇന്ദിരാദേവി, C സംഗീത, PV മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ തൃത്താലയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി തുറക്കപ്പെട്ട ഒരു ഓഫീസാണ്. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും മാത്രമല്ല കേരള സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞ ഒരു MLA ആണ് പ്രിയപ്പെട്ട VT ബൽറാം. അപ്പോൾ ഈ വരാൻ പോകുന്ന 5 വർഷം നമ്മുടെ UDFന്റെ സർക്കാർ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ തൃത്താല നിയോജക മണ്ഡലത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ച സിവിൽ സർവീസ് അക്കാദമി അടക്കം എത്തിക്കാനായിട്ട് MLAയുടെ നേതൃത്വത്തിൽ സാധിക്കും. നാളെയെക്കുറിച്ചും നന്മയെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കാനും വേണ്ടി നമ്മളിതാ ഇന്ന് തൊട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ്. വീണ്ടും ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. തൃത്താലയിൽ ആദ്യമായി ഒരു MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് 15 വർഷം മുമ്പ് 2011 നിങ്ങൾ എന്നെ MLA ആയി തിരഞ്ഞെടുത്തപ്പോഴാണ്. ജനങ്ങളുടെ ഒരു ഓഫീസ് എന്ന നിലയിൽ തന്നെയാണ് അത് എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചത്. സാധാരണ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസവും അത്താണിയുമായി ആ ഓഫീസിനെ മാറ്റാൻ നമുക്ക് കൂട്ടായ്മയിലൂടെ സാധിച്ചു. UDFന്റെ കോൺഗ്രസിൻ്റെ ഓരോ MLAമാരുടെയും നമ്മുടെ പാർട്ടി മുന്നണിയും നമ്മളെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതാണ്. നിങ്ങൾ കാണുന്നതാണ് VT ബൽറാം MLA നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിയമസഭയ്ക്കകത്തും പുറത്തും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ മണ്ഡലം ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു. അപ്പം അതിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ ചാലിശ്ശേരി പഞ്ചായത്തിലെ തോടുകളും പാടശേഖരങ്ങളും നിറഞ്ഞു കവിഞ്ഞു. മഴക്കാലം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് പ്രദേശത്ത് ഇത്രയും ശക്തമായ മഴ ലഭിക്കുന്നത്. മഴയെ തുടർന്ന് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ തോടുകളിലും പാടശേഖരങ്ങളിലുമായി ജലനിരപ്പ് ഗണ്യമായി ഉയർന്നു. മുക്കുട്ട, കല്ലുംപുറം പാടശേഖരങ്ങളിലൂടെ ശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെട്ടത്. മഴവെള്ളം കുത്തിയൊലിച്ചതോടെ പാടശേഖരങ്ങൾ മഴക്കാലത്തിന്റെ സജീവ ദൃശ്യങ്ങൾക്ക് സാക്ഷിയായി. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ശനിയാഴ്ച പകൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായത് ജനങ്ങൾക്ക് ആശ്വാസമായി.
പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ബ്ലോക്ക് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം ഒരുക്കിയത്. പട്ടാമ്പി ഇവാനിയ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു അനുമോദ സദസ്സ് സംഘടിപ്പിച്ചത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ. തുളസി അനുമോദ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ കുറെ വർഷങ്ങളായി ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപഭോഗവും വിപണനവും നമ്മുടെ കുടുംബങ്ങളിലും യുവതലമുറയിലും വിദ്യാർത്ഥി സമൂഹത്തിലും എത്തിച്ചിട്ടുള്ള ആപത്ത് എന്ന് പറയുന്നത്, വിപത്ത് എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു വിപത്താണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനുള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതി തന്നെ ഈ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ടിട്ടുള്ള പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ വിപണനവും അതുപോലെ തന്നെ അതിന്റെ ഉപഭോഗവും ഒരുപോലെ അതിന്റെ പ്രവർത്തനങ്ങളുടെ വേറിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും അതിന്റെ ഭാഗമായി അണിചേരണം എന്ന് സർക്കാരിന് വേണ്ടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും അച്ചടക്കവും നല്ല സാഹോദര്യവും സമഭാവനയും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ, നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ കുട്ടികളുടെ മനസ്സിൽ വലിയ തരത്തിലുള്ള ഒരു വലിയ പ്രചോദനം, കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ, കൂടുതൽ മികച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഒക്കെ വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുട്ടികളോട് ഒന്നുകൂടി പറയാനുള്ളത്, നമ്മളെപ്പോഴും ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും അതൊക്കെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രം, നമ്മുടെ താല്പര്യം ഏതിലേക്കാണോ, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏതിലേക്കാണോ നമ്മളെ നയിക്കുന്നത്, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ, ഏറ്റവും മികച്ച പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കാൻ, ഏറ്റവും നല്ല അച്ചടക്കം പാലിച്ചുകൊണ്ട് പ്രവർത്തന മേഖലയുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നല്ല മക്കളായും നല്ല പൗരന്മാരായും നമ്മുടെ സമൂഹത്തിന് മുതൽക്കൂട്ടാകുന്ന തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സേദരവി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിളിക്കാത്തവരാണെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മന്ത്രി കെ.എ. തുളസി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളെ അനുമോദിക്കാനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. മന്ത്രി കെ.എ. തുളസി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. AI യുഗത്തിലും കുട്ടികൾ പഠനത്തോടൊപ്പം സ്നേഹവും സാഹോദര്യവും മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ. തുളസി സൂചിപ്പിച്ചു. പ്രയാസങ്ങൾ വന്നാലും ആ പ്രയാസങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഉയർത്തിപ്പിടിച്ച ശിരസോടെ അഭിമാനമുള്ള ആത്മവിശ്വാസമുള്ള വ്യക്തികളായി സമൂഹത്തിൽ വളർന്നു വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയും ആശംസയും. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞതുപോലെ ഏതൊരു വിദ്യാർത്ഥിയും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില വ്യക്തിഗുണങ്ങളുണ്ട്. അത് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ മനസ്സ് തളരാതിരിക്കാൻ, ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥന നിർഭരമായിട്ടുള്ള ഒരു മനസ്സ് നമ്മളോടൊപ്പം ഉണ്ടാകണം. ആ ഒരു മനസ്സ്, മാലിന്യം കയറാത്ത മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അച്ചടക്കം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിഗുണമാണ്. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന വഴികളിൽ, യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ പലതരത്തിലുള്ള നമ്മളെ പ്രലോഭിപ്പിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാകാം. അത് ലഹരിയാകാം, മറ്റുള്ള തരത്തിലുള്ള ബന്ധങ്ങളാകാം. എന്തൊക്കെ അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിലൊന്നും വീഴാതെ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള എന്ത് ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ നിലകൊള്ളുന്നത്, ആ ഉത്തരവാദിത്വം മറക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ അച്ചടക്കം ജീവിതത്തിൽ ആവശ്യമാണ്. അത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് ആവശ്യമാണ്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വലിയ ആവശ്യമാണ്.
അപ്പൊ അത് ഒരിക്കലും കൈവിട്ടു പോകാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അച്ചടക്കം എന്ന് പറയുന്നത് യൂണിഫോം മാത്രമല്ല, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ സൗഹൃദം, നമ്മുടെ ബന്ധങ്ങൾ, എല്ലാറ്റിലും നമുക്ക് അച്ചടക്കം വേണം. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ AK ഷീലാദേവി മുഖ്യപ്രഭാഷണം നടത്തി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M വത്സല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, കൊപ്പം ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മിനി, സ്കൂൾ PTA പ്രസിഡന്റ് K അബ്ദുൾ ഷുക്കൂർ, SMC ചെയർമാൻ T കൃഷ്ണകുമാർ, MPTA പ്രസിഡന്റ് A ഷാബിറ, PTA വൈസ് പ്രസിഡന്റ് E സുരേഷ് കുമാർ, പ്രിൻസിപ്പൽ P സുരേഷ് കുമാർ, പ്രധാനാധ്യാപിക P മിനി, T ഷാജി, M സുജാത, P മുഹമ്മദ് ഇക്ബാൽ, AK മുസ്തഫ, K മോഹൻദാസ്, MN കരുണാകരൻ, M പരമേശ്വരൻ, നിസാർ ആലം, CV ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന സ്കൗട്ട് ആൻഡ് ഗൈഡ് ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട P അബ്ദുൽ നാസറിനെയും വിരമിക്കുന്ന പാചകത്തൊഴിലാളി A സരസ്വതിയെയും മന്ത്രി ആദരിച്ചു. വിരമിച്ച പ്രധാനാധ്യാപകൻ P മുഹമ്മദ് ഇക്ബാൽ, അധ്യാപകരായ CP മുഹമ്മദ് അഷറഫ്, T രാജീവ് എന്നിവർ സ്കൂളിലേക്ക് നൽകുന്ന പഠനോപകരണങ്ങളുടെയും കൂളറിന്റെയും ഫർണിച്ചറുകളുടെയും കൈമാറ്റവും നടന്നു. രക്ഷിതാക്കൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. പാലക്കാട് ജനമൈത്രി ജില്ലാ നോഡൽ ഓഫീസർ V അറുമുഖൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. പട്ടാമ്പി താലൂക്കിലെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് താലൂക്ക് വികസന സമിതി യോഗം. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിലാണ് ശനിയാഴ്ച പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. താലൂക്കിലെ വിവിധ റോഡുകളുടെ തകർച്ച തന്നെയായിരുന്നു പ്രധാന വിഷയം. മഴ തുടങ്ങിയതോടെ വെള്ളക്കെട്ടും റോഡ് തകർച്ചയും യാത്രയ്ക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നതെന്ന് അംഗങ്ങൾ സമിതിയിൽ ചൂണ്ടിക്കാണിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവും അഴുക്കുചാൽ നവീകരണവും പൈപ്പിടലുമെല്ലാം യോഗത്തിൽ ചർച്ചയായി. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതുതായി നിർമ്മിച്ച അഴുക്കുചാലിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലജലം ഒഴുക്കിവിടുവാൻ കരാറുകാർ കൂട്ടുനിൽക്കുന്നതായി നഗരസഭാ കൗൺസിലർ C സംഗീത യോഗത്തിൽ ആരോപിച്ചു. എല്ലായിടത്തും സിമെന്റ് തുളച്ച് പൈപ്പ് ഇട്ടിട്ട് ഡ്രൈനേജിലേക്ക് വേസ്റ്റ് വാട്ടറാണ് വന്നിരുന്നത്. ശരിക്കും ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതാണ്. അത് ഞങ്ങൾ ഫൈൻ ഈടാക്കിയത് മാത്രമല്ല, അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ പണിയെടുക്കണ വർക്കേഴ്സും ബിൽഡിങ്ങിൻ്റെ ചില ആളുകളും തമ്മിലുള്ള ഒരു അലയൻസ്, അവിടെ ലീഗലായിട്ടുള്ള അലയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ആ വേസ്റ്റ് വാട്ടറിൻ്റെ ഹോള് ലാസ്റ്റ് ഇടേണ്ടി വന്നത് എന്നത് സർക്കാർ അടച്ചിട്ടുണ്ട്. ഹോൾ ഇടാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ ഇത് വേസ്റ്റ് വാട്ടർ ആയിട്ടുണ്ടായി പ്രശ്നം കുറവ് മാത്രമാണ് വരുന്നത്. ഇവര് എല്ലാ വേസ്റ്റ് വാട്ടറിന്റെയും ചാല് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്ലെറ്റ് ഇതിലേക്ക് കൊടുക്കുകയാണ്. നമ്മള് സ്ലാബ് ഉണ്ടെങ്കിൽ നേരിട്ട് കണ്ടതാണ്. അവിടെ ഫുൾ വളരെ മോശമായിട്ടുള്ള വെള്ളമായിരുന്നത്. ഇത് നേരിട്ട് സ്ലാബ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റിയ സംഭവം തന്നെയായിരുന്നു. ഒരു കാരണവശാലും വേസ്റ്റ് വാട്ടർ ഡ്രൈനേജിലേക്ക് വിടുന്ന രീതിയിൽ ഉള്ളൊരു സമീപനം പാടില്ലെന്ന് ഞങ്ങൾ എല്ലാവരും കർശനമായിട്ട് പറയുന്നത്. അതിനെന്താ വേണ്ട ബാക്കി ഇടപെട്ടിട്ട് താലൂക്ക് സമിതി യോഗത്തിൽ ഉയരുന്ന പരാതികൾക്ക് ശാശ്വതമായ പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്ന് മുഹമ്മദ് മോസിൻ MLA നിർദ്ദേശം നൽകി. റോഡുകൾ വളരെ അടിയന്തരമായിട്ട് ടാറിയാനൊന്നും കഴിയില്ലെങ്കിലും കുഴികൾ ഇടയ്ക്കിടയ്ക്ക് അടച്ചുകൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. ഡ്രെയിനേജിന്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വിഷയങ്ങൾ വളരെ പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് തകരാൻ പോകുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ വളാഞ്ചേരി റോഡിൽ. വേറെ കട്ട് ചെയ്യാത്ത റോഡിലാണ് വെള്ളം നിൽക്കുന്നത്. റോഡിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ വളാഞ്ചേരി റോഡ് എപ്പോൾ വേണമെങ്കിലും ഇനി തകരാൻ പറ്റുന്ന സാഹചര്യമാണ്. അതിന്റെ വേറെ കട്ട് ചെയ്ത് വെള്ളം പുറത്തേക്ക് വിട്ടിട്ടില്ലെങ്കിൽ ആ റോഡ് തകരും. അതോടൊപ്പം ഓണല്ലൂർ റോഡ്, കാരക്കാട് റോഡ് അടക്കേണ്ട റോഡ്. പിന്നെ നിർമ്മാണത്തിൽ ഉള്ള റോഡുകളിൽ പട്ടാമ്പി ടൗണില് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത്, അതോടൊപ്പം തന്നെ കൽപ്പകയിൽ ഒക്കെ തന്നെ വെള്ളം കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ വർക്കുകൾ വെള്ളം കുറച്ചധികം മഴ പെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ അപ്പം തീർക്കേണ്ടതുണ്ട്. അതെന്താ നടപടി സ്വീകരിച്ചതെന്നുള്ളത് പറയണം. ബസ് സ്റ്റാൻഡിന്റെ അവിടെ കടകളുടെ അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ, മറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും താലൂക്ക് സമിതി യോഗത്തിൽ പങ്കെടുത്തു. കൊലുക്കലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. മന്ത്രി KA തുളസി പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് SLC+2 പരീക്ഷകളിലും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിലും മികച്ച നേട്ടം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചത്. മുളയങ്കാവിൽ നടന്ന പ്രതിഭാസംഗമം മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള നയമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിത നയം. ആ നയവുമായിട്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മന്ത്രിമാരും
അതുപോലെ തന്നെ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കാണാനോ നമുക്ക് കൈതരാനോ നമ്മളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറയാനോ മന്ത്രി പദവി എന്നുള്ളതൊന്നും ഒരിക്കലും ഒരു പരിമിതിയോ അല്ല. തീർച്ചയായിട്ടും സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കണം, നമ്മുടെ അടുത്തേക്ക് വരണം. നമ്മളും നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, ഒട്ടും ദൂരെയല്ല. ഈ പദവിയൊന്നും ആളുകളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു ഉപാധിയല്ല, നമുക്ക് കൂടുതൽ അടുത്ത് വരാനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ ഈ പദവികളെയൊക്കെ കാണുന്നത്. ഞങ്ങളിലേക്ക് ഈ അധികാരവും പദവിയും എത്തിച്ചത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുമാണ്. ആ ഉറച്ച ബോധ്യത്തോടു കൂടി മാത്രമേ അടുത്ത 5 വർഷവും പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളത് എന്നെ കേൾക്കുന്ന മുഴുവൻ ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ, പ്രസിഡന്റ് ഉൾപ്പെടെ, മെമ്പർമാർ ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നമ്മുടെ വകുപ്പിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ എന്നുള്ള ഉറച്ച പ്രഖ്യാപനം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിക്കാണാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ മുന്നിൽ വിഷമം അനുഭവിക്കുന്ന ജനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ണിൽ വേദന അനുഭവിക്കുന്ന കുട്ടികളും സ്ത്രീകളും വയോജനങ്ങളും ചെറുപ്പക്കാരും തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരും ഇവരൊക്കെയാണ് നമ്മുടെ കണ്ണിലുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം UDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടുത്ത 5 വർഷവും ഈ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ നമ്മുടെ മുഹമ്മദ് മോസിൻ MLA മുഖ്യാതിഥിയായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് EP രാമദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഇസ്മയിൽ വിളിയൂർ, ബേബി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫരീദ, സുമയ്യ നാസർ, ശ്രീവിദ്യ രാജേഷ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ നിസാർ മപ്പാട്ടുകര, രാജൻ പൂതനാരിൽ, മുന്താസ് ലൈല, വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ, ജയശ്രീ, EP ഹുസൈൻ, സാജൻ KK, അലി മക്കടയിൽ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. കൂറ്റനാട് മേഴത്തൂർ ഇട്ടിയങ്ങേല വളപ്പിൽ EV സേതുമാധവൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. CPM തൃത്താല ലോക്കൽ കമ്മിറ്റി അംഗം, കേരള കർഷക സംഘം തൃത്താല വില്ലേജ് കമ്മിറ്റി അംഗം, മേഴത്തൂർ ഗ്രന്ഥശാല പ്രസിഡന്റ്, കേരള ബാങ്ക് ജീവനക്കാരൻ, കേരള ബാങ്ക് അപ്രസേഴ്സ് യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ EV പ്രഭാകരൻ സരോജിനി ദമ്പതികളുടെ മകനാണ്. പ്രിയയാണ് ഭാര്യ. അരുൺ, അനുപമ എന്നിവർ മക്കളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.